ഇറാനെ ദിപ്പ ശരിയാക്കി കളയും അമേരിക്ക എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അമേരിക്ക പക്ഷപാതികൾ അങ്ങനെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത അത് അത്ര ശുഭകരമൊന്നുമല്ല. കാരണം 37.5 ബില്യൺ ഡോളർ അമേരിക്കയുടെ പോക്കറ്റിൽ നിന്ന്, ഖജനാവിൽ നിന്ന് ഒലിച്ചുപോയി ഈ ഒരു യുദ്ധത്തിൽ എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ ഇത്രയധികം പണം അമേരിക്കയ്ക്ക് നഷ്ടം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കണം. ലോകത്തെ വിറപ്പിച്ച മഹാശക്തി എന്നുള്ള ഖ്യാതി നേടിയ, ലോക പോലീസ് എന്നുള്ള ഖ്യാതി നേടിയ അമേരിക്കയാണ് ഇവിടെ മുട്ടുകൂട്ടിയിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. എത്ര വലിയ ശക്തിയാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഒരുത്തൻ ഒരുമ്പിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുത്തനെ മുച്ചൂട് മുടിച്ചിട്ടേ ഇറങ്ങൂ എന്നുള്ള വാശിയുമായിട്ട് അതിന് അവന്റെ ഭാഗത്ത് ന്യായവും ഉണ്ടെങ്കിൽ അതിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ ഈ മാസ് പടങ്ങളൊക്കെ കാണുമ്പോൾ കൈയടിക്കാറുണ്ടല്ലോ. അതിൽ ഈ മാസ് പടത്തിലെ നായകന്റെ റോളിലേക്ക് ഇപ്പോൾ ഇറാൻ മാറിയ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ഒരൊറ്റ ഫോൺ കോൾ ഉണ്ടെങ്കിൽ, അമേരിക്കയുടെ ഒരൊറ്റ ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അവര് വിചാരിക്കുന്നിടത്ത് എല്ലാ കാര്യങ്ങളും വന്നു നിന്നിരുന്ന ഒരു സാഹചര്യം. ഇനി മാത്രമല്ല, ഒരേ സമയം 2 യുദ്ധങ്ങൾ നടന്നാലും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവും ഇതെല്ലാം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ലോകത്തോട് പ്രഖ്യാപിച്ച് മേനി പറഞ്ഞ് വീമ്പ് പറഞ്ഞ് നടന്നിരുന്ന ഒരു രാജ്യമാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക്, ഗതികേടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതേ അമേരിക്ക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിലൊക്കെ വിറങ്ങലിക്കുന്ന സാഹചര്യമാണ്. അതായത് യുദ്ധം തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് പറ്റും, പക്ഷേ അത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് അമേരിക്കയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ട്രംപിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനും ഉത്തരമില്ല. ട്രംപ് പലപ്പോഴും പല ഗിമ്മിക്സും ഇതിനിടയിൽ കാണിച്ച് ആ ഒരു വിഷയം മാറ്റിക്കളയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. കാരണം ഇറാനെതിരെ ശക്തമായിട്ടുള്ള സൈനിക നടപടികൾക്കൊക്കെ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ വരുന്നത്. ഒരു ദിവസം കൊണ്ട് ചുട്ടരിച്ചു കളയും എന്നൊക്കെയുള്ള തരത്തിലാണ്. പക്ഷെ അതേ വാർത്ത വന്നുകൊണ്ടിരുന്ന, പടച്ചു വിട്ടുകൊണ്ടിരുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തയാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു മഹാശക്തിയുടെ ഉള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള സൂചനകൾ. അമേരിക്കയുടെ ആയുധപ്പുര അപകടകരമായിട്ടുള്ള വേഗത്തിൽ ശൂന്യമാകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതായത് ആയുധപ്പുരയിലെ കാര്യങ്ങളെല്ലാം, ആയുധങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തോ എടുത്തിട്ട് വെച്ച് യുദ്ധം ചെയ്യും എന്നുള്ള പ്രശ്നത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത്. ഈ യുദ്ധ ചെലവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. കാരണം അത് കുതിച്ചുയരുകയാണെന്നുള്ള കണക്കുകളാണ്, ഔദ്യോഗിക കണക്കുകളാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത്. പെന്റഗന്റെ യഥാർത്ഥ അവസ്ഥ വൈറ്റ് ഹൗസിന് പോലും പൂർണ്ണമായിട്ട് അറിയില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇറാനെ തകർക്കാൻ ഇറങ്ങിയ അമേരിക്ക, ആ അമേരിക്ക തന്നെ സ്വന്തം ശക്തി അതിന്റെ ഒരു പരിധിയിലേക്കൊക്കെ എത്തി. അതായത് മതി മോനെ, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തടാ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയോ എന്നുള്ളതാണ്. ഈ ലോകരാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം നിർണയിക്കാൻ പോകുന്ന സാഹചര്യമാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കാരണം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെക്സറ്റ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകളാണ് ഇത്തരത്തിൽ വലിയൊരു നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്നത്. അത് ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക നടപടികൾക്ക് മാത്രം അമേരിക്ക ചെലവഴിച്ചത് 37.5 ബില്യൺ ഡോളറാണ്. അതായത് ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3.1 ലക്ഷം കോടി രൂപയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇതൊരു പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിന്റെ കണക്കല്ല പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മെയ് മാസത്തിൽ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് ഏതാണ്ട് 29 ബില്യൺ ഡോളർ ആയിരുന്നു. ഏതാണ്ട് 5-6 ആഴ്ചകൾ കൊണ്ട് മാത്രം ബില്യൺ കണക്കിന് ഡോളറുകളാണ് അധികമായിട്ട് ചെലവായിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം, സാമ്പത്തിക ബാധ്യത അമേരിക്ക കരുതിയതിലും വലുതായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോഴും അവിടെ കാര്യങ്ങളൊന്നും തീരുന്നില്ല. അവിടെയാണ് അമേരിക്കക്ക് പ്രശ്നം. പെന്റഗൺ ഇപ്പോൾ കോൺഗ്രസിനോട് ഒരു കാര്യം, ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതായത് കുറച്ച്
$67 ബില്യൺ കൂടി ഇതിനു വേണ്ടിയിട്ട് പൊടിപൊടിക്കാനായിട്ട് വേണം എന്നുള്ളതാണ് ഇത്. അപ്പൊ ഇതിനകം ഈ പറയുന്ന $37.5 ബില്യൺ ചെലവഴിച്ചിട്ടും ഇതൊന്നും എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ ഈ പണം ഇനിയും വേണം, യുദ്ധം തുടരണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഡെമോക്രാറ്റിക് സെനറ്റർമാര് ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ് കേട്ടോ: പെന്റഗണിന്റെ കൈവശം ചെലവഴിക്കാത്ത $75 ബില്യൺ കിടക്കുമ്പോൾ എന്തിന് വീണ്ടും ജനങ്ങളുടെ നികുതി പണം വേണം എന്നുള്ളതാണ് ഇവര് ചോദിച്ച ചോദ്യം. ഈ ചോദ്യത്തിന് ഹെക്സറ്റ് നൽകിയിട്ടുള്ള മറുപടിയും ഇതുപോലെ തന്നെ വളരെ വൈറലാണ്. അതാണ് അങ്ങ് കേറി ഹുക്കായിട്ട് നിന്നിട്ടുള്ളത്. അതെന്തായിരുന്നു? ഈ പണം, അതായത് ഇവര് ചോദിച്ച $75 ബില്യൺ എന്തിനാണെന്നാണ്. ഈ $75 ബില്യൺ ട്രംപിന്റെ സ്വപ്ന പദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരാനാണോ, അല്ലെങ്കിൽ ഭാവി സൈനിക പദ്ധതിക്കാണോ, ഏതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന ചർച്ച അമേരിക്കക്കുള്ളിൽ തന്നെയുണ്ട്. അവർക്ക് അതിലൊരു ചോദ്യം, അതായത് അവർക്ക് അതിലൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വാഷിംഗ്ടൺ പോസ്റ്റും മറ്റ് അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ പറയുന്നതനുസരിച്ച് ചില പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയൊക്കെ വിലയിരുത്തലുണ്ട്. അത് അവർ പുറത്തു വിടുന്നതനുസരിച്ച് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ശേഖരങ്ങളിൽ ചിലത് വേഗത്തിൽ കുറയ്ക്കുകയാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ ജീവശ്വാസമായിട്ടുള്ള വിമാനങ്ങളുണ്ട്. അതായത് ഈ ഇന്ധനങ്ങൾ കൊടുക്കുന്ന വിമാനങ്ങൾ, ഇതാണ് മണിക്കൂറുകളോളം ഈ ഒരു യുദ്ധവിമാനത്തിന് അവിടെ പറക്കാനും പ്രതിരോധം ഒരുക്കാനും സഹായിക്കുന്നത്. ഇന്ധനം തീർന്ന ഈ സാധനം പിന്നെ ഇല്ലല്ലോ. അപ്പൊ ഈ ഇന്ധനം കൊണ്ടുപോയി കൊടുക്കുന്ന വിമാനങ്ങൾ, യുദ്ധവിമാനമല്ല, ഇന്ധനം കൊണ്ടുപോയി കൊടുക്കുന്ന വിമാനങ്ങൾ അവര് അങ്ങ് ഷെൽട്ടറിലേക്കൊക്കെ കയറ്റി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ വരുന്ന ഈ വാർത്ത അനുസരിച്ച് അത് പൂർണ്ണമായി ശരിയാകാനുള്ള സാധ്യത തന്നെയാണ്. അത് കയറ്റി എന്നുള്ളത് വാർത്തയാണ്. അപ്പൊ ബാക്കിയുള്ള ആയുധങ്ങൾ കൂടി ഇവര്, പ്രത്യേകിച്ച് ഇന്റർസെപ്റ്റർ മിസൈലുകളുണ്ട്, പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകളുണ്ട്, ദീർഘദൂര ആക്രമണത്തിനുള്ള ആയുധങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ലഭ്യത എന്ന് പറയുന്നത് വളരെ ആശങ്കാജനകമായിട്ട് തീർന്നു, അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് ഇത് മാറുന്നത്? കാരണം ഇറാൻ ഒരു സാധാരണ എതിരാളിയല്ല. ഇറാനെ പെട്ടെന്ന് തീർക്കാമെന്നാണല്ലോ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വിചാരിച്ചിരുന്നത്. ഇറാൻ വർഷങ്ങളിലായിട്ട് മിസൈലുകളിലും ഡ്രോണുകളിലുമൊക്കെ നിക്ഷേപം നടത്തുകയാണ്. ഇവർക്ക് കിട്ടുന്ന പണം മുഴുവൻ ഇവർ ഇതിനു വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു സമയം നൂറുകണക്കിന് മിസൈലുകൾ പ്രയോഗിക്കുന്ന ശേഷി വരെ ഇവർ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം ആക്രമണങ്ങളെയൊക്കെ തടയാനായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈലുകളാണ്. ഇനി അവരെ ഒന്ന് കുറച്ച് താഴ്ത്തി വെച്ച് ആലോചിച്ച് നോക്കണം. ഇവർ ഈ കാണുന്ന ഡ്രോണുകളും നമ്മൾ പറയില്ല പൊട്ടാസും ഒക്കെ അയച്ചു വിടുമ്പോഴും അമേരിക്കയ്ക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടത് അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന ഇന്റർസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ഇത് തീരും. അപ്പൊ അടുത്തതിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. അപ്പൊ ഇവരുടെ ഏറ്റവും പണം മുടക്കി ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ആദ്യമേ തന്നെ ഇറാൻ ഈ മാലപ്പടക്കോ ഓലപ്പടക്കോ ഒക്കെ ഇട്ടിട്ട് തീർത്ത് കളഞ്ഞു എന്നുള്ളത് ഒരു വാദവും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നം ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു മിസൈൽ വെടിവെച്ചാൽ അടുത്ത ദിവസം ഫാക്ടറിയിൽ ഇത് തിരിച്ചെത്തില്ല. ഒരു മിസൈൽ വെടിവെച്ചാൽ എന്നാ ഇപ്പൊ തന്നെ ഇതാക്കാം, പാക്കപ്പ് ചെയ്യാം, ഉണ്ടാക്കുക, നാളെ തന്നെ ഒരു മിസൈൽ ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നിർമ്മിക്കാനായിട്ട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ വേണ്ടിവരും. അതായത് യുദ്ധത്തിൽ ചെലവാകുന്ന ഓരോ മിസൈലും അമേരിക്കയുടെ ഭാവി ശേഷിയിൽ നിന്ന് കുറയുന്ന ഒരു സംഖ്യയാണ്, ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അത് അമേരിക്കയുടെ പ്രശ്നം ഇറാൻ മാത്രമാണോ എന്നുള്ളതാണ്. അല്ല, റഷ്യയും ഉക്രൈനും യുദ്ധം തുടരുകയാണ്. അപ്പൊ റഷ്യ ഉക്രൈനും യുദ്ധം തുടരുന്ന ഇപ്പൊ എന്താണ് പ്രശ്നമുണ്ട്.
ഉക്രൈന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം കൊടുക്കുന്നത് ആരാണ്? അത് അമേരിക്കയാണല്ലോ. അമേരിക്കയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കൂടാതെ മറുവശത്ത് ഒരു വശത്ത് ചൈനയുമായിട്ടുള്ള മത്സരം കൂടുതൽ ശക്തമാകുന്നുണ്ട്. കൂടാതെ തായ്വാനുമായിട്ടുള്ള പ്രശ്നം അത് പ്രൊജക്ട് ചെയ്ത് വരാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരണമെന്നില്ല. അപ്പോൾ തായ്വാനുമായിട്ടുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യത. ഒരേ സമയം 3 മേഖലകളിലാണ് സമ്മർദ്ദം ഉണ്ടാകുന്നത്. യൂറോപ്പ്, പശ്ചിമേഷ്യ, ഇൻഡോ പസഫിക് മേഖലകളിലെല്ലാം പ്രശ്നമാകുന്നു. ഈ 3 മുന്നണികളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യണം. അതിനുള്ള ശേഷി അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. യുദ്ധത്തിന് ഉത്തരവിടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ യുദ്ധം അല്ലെങ്കിൽ ആ ഇറങ്ങി പുറപ്പെടുന്ന യുദ്ധം എന്ന് പറയും മുണ്ടും മടക്കി കുത്തി ഇറങ്ങുമ്പോൾ ഇത് എത്ര ദിവസത്തേക്ക് വേണം ഈ നമ്മൾ ഒരു ഇതിന് പോകുമ്പോൾ ഇതിന്റെ എത്ര ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് വേണം നമ്മൾ കൈ നീട്ടാൻ എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവും. ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് പാകിസ്ഥാനൊക്കെ കണ്ടിട്ടില്ലേ, പാകിസ്ഥാനെ നമ്മൾ അടിക്കുന്ന സമയത്ത് അവസാനം പാകിസ്ഥാൻ കരയുന്നുണ്ട്, ഇനി അടിക്കല്ലേ, ഞങ്ങളുടെ കയ്യിൽ ശേഷിയൊന്നും ഇല്ല, ഇനി ആരെങ്കിലും ഒക്കെ തന്നിട്ട് വേണം. അത് ചൈന കൊടുത്തതാണെങ്കിലോ പറയണ്ട, ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതുമല്ല, ഈ കൊടുത്ത സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാകിസ്ഥാനിൽ ആർക്കും ഒരു ഹിന്ദി അറിയാനും പാടില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടുന്ന പ്രതിസന്ധി, ഈ പറയുന്ന പ്രതിസന്ധി അതൊരു ഉണ്ട് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള പിഴവായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. അത് ദേശീയ സുരക്ഷാ തലത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ്. നമ്മളെ ചരിത്രം ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? മിക്ക മഹാശക്തികളും യുദ്ധത്തിൽ തോറ്റത് ശത്രുവിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് അത് എങ്ങനെയാണ്? സ്വന്തം കഴിവിനെ കുറിച്ചുള്ള തെറ്റായ കണക്കുകൂട്ടൽ കൂടി കൊണ്ടാണ്. അമിത ആത്മവിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ വലിയവനാണ്, ഞാൻ വലിയവനാണ്, ഞാൻ മാത്രമാണ് വലിയവൻ എന്ന് കരുതുന്നവൻ, അവനെ അടിച്ചിടാൻ വളരെ എളുപ്പമായിരിക്കും. കുറച്ച് സമയം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി, അവനെ അടിച്ചിടേണ്ടവൻ വന്ന് അടിച്ചിട്ടിട്ട് പോയിക്കോളും. അവനും അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങൾ പോലും ചിലപ്പോൾ സ്വന്തം വിലയിരുത്തലുകളുടെയൊക്കെ ഇരകളായിട്ട് മാറിയിട്ടുണ്ട്. അതേ അപകടത്തിന്റെ സൂചനകളാണോ ഒരുപക്ഷെ അമേരിക്ക ഇപ്പോൾ പറയുന്നത്? കാരണം ഇറാൻ പിന്തുടരുന്നത് പരമ്പരാഗതമായിട്ടുള്ള യുദ്ധമല്ല, ഒരു ഒരു വല്ലാത്ത തരം, നമ്മൾ പറയാം മൊസൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാത്തിനെയും വിന്യസിച്ചിട്ടുള്ള രീതിയിലാണ് ഇറാൻ ഇത് തുടരുന്നത്. ഡ്രോണുകള്, മിസൈല്, സൈബർ ആക്രമണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, സമുദ്രാതിർത്തിയിലെ ആക്രമണങ്ങൾ, ഇവയിലൂടെ എതിരാളിയെ പതുക്കെ ക്ഷീണിപ്പിക്കുന്ന തന്ത്രം. അത്തരം യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് ഒന്നും ഏറ്റവും വലിയ സൈന്യമുള്ളവരല്ല, ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നവരാണ്. അപ്പോ അവിടെയാണ് അമേരിക്ക പരീക്ഷിക്കപ്പെടുന്നത്. ഇതിനിടെ അമേരിക്കയുടെ ജനങ്ങൾക്കിടയിലും എതിർപ്പുണ്ട്. ഞങ്ങൾ ഈ തലവേദന മുഴുവനെ എന്തിനെടുക്കണം, ഈ പെയിൻ എന്തിനാണ് സാധാരണക്കാരായ ഞങ്ങൾ എടുക്കുന്നത്? ഇനി മറ്റൊരു അവസാനവും ഇല്ലാതെ മധ്യപൂർവേഷ്യൻ യുദ്ധത്തിലേക്ക് കൂടി രാജ്യം നീങ്ങുകയാണോ എന്നുള്ള ആശങ്കയുണ്ട്. 17 അമേരിക്കൻ സൈനികരുടെ ജീവൻ ഇതിനകം തന്നെ നഷ്ടമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ചെലവ് ഉയരുന്നുണ്ട്, ആയുധങ്ങൾ കുറയുന്നുണ്ട്, രാഷ്ട്രീയ എതിർപ്പുണ്ടാകുന്നുണ്ട്. ഇതിനിടെയാണ് ട്രംപ് ഭരണകൂടം കൂടുതൽ ശക്തമായ നടപടികൾക്ക് കൂടി സൂചന നൽകുന്നത്.